ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മീൻ പിടിക്കുന്ന സ്ഥലം കേട്ടോ. നമ്മൾ അന്ന് ബുക്ക് ചെയ്ത നമ്മുടെ മട. അപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് കാണാം. ഒരുപാട് അപ്പൊ തെളിവൊന്നും അറിയില്ല. നമ്മളെ ഫുട്ബോളിനോട് എപ്പോഴും കൈ വെക്കണം. ചെളി വന്ന് അപ്പൊ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് വരുമ്പോ മറന്നുപോയി. ചാടി ചാടി പോട്ടെ. മാക്സിമം 2 വരെ പൊട്ടാറ്. എങ്ങനെയാണിത്? അറിയില്ല. ഷെബിയാണ് മീനെ പിടിക്കണേ. ഷെബി എത്രയും സൈസായിട്ട് അഭിമാന നിമിഷമാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വെള്ളം വറ്റിക്കുന്നത് മോട്ടറിൽ വെള്ളം വറ്റിക്കുന്നതാണ്. വെള്ളം വറ്റിച്ച് ഇത് എൻ്റെ അമ്മൂടാണ്. അമ്മൂടിൻ്റെ ബാക്ക് വശത്തെ മല കേട്ടോ വയസ്സാണല്ലോ. മീനൊക്കെ പിടിച്ച് നമ്മൾ ഈ ടാർപ്പായുടെ അടിയിലുള്ള ഒരു ബക്കറ്റിലാണ് വെക്കണം കേട്ടോ. ശരി, എങ്ങനെയുണ്ട്? മീൻ വലിപ്പമില്ല അത്യാവശ്യം. ഞങ്ങൾ കുറച്ച് വന്നത്തേക്കും വൈകിപ്പോയി. പിന്നെ എന്താ കറുത്ത മീൻ. പിടക്കണ മീൻ ഗൈസ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ക്യാമറയിൽ കാണില്ല. 12 പിടക്കണ ഗൈസ്. നോക്കണ്ട, മീൻ പിടച്ച് ചാടി വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിത് സച്ചുട്ടൻ അവിടേക്ക് ഉണ്ട്. സച്ചിൻ്റെ കമ്പനിക്കാരനാണത്. അത് മീൻ എറിയാണ് കേട്ടോ. ശരി, മീനെ കാണിച്ചത്. ഇതിന് കുറച്ച് പിടപ്പ് കൊള്ളാൻ ഷീറ്റ് വെക്കി കുറച്ച് ഞാടാ. അത് പിന്നെ ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ ക്യാമറയിൽ ചാർജ് ഇല്ല കേട്ടോ. വേറെ എനിക്കൊരു ഭയങ്കര പ്രശ്നം. ഈ സാഹചര്യം അടുത്ത് മീൻ കിട്ടി തോന്നുന്നു. നോക്കട്ടെ, മീനുണ്ടോ? മീനുണ്ട് ഗൈസ്. അറിയില്ല കേട്ടോ ഗൈസ്. നമുക്ക് ക്ലോസ് പോയി കാണാം. ഇതാണ് വല വെച്ച് കോരിയാണ് മീനെ പിടിക്കുന്നത് കേട്ടോ. നമ്മുടെ അച്ചാച്ചൻ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ സച്ചിൻ, നമ്മുടെ കസിൻ സച്ചിൻ അവിടെ ഇരിക്കുന്നുണ്ട്. എടാ, മീനുണ്ടായിനി. ചെളിയുണ്ടോടാ? ചെളിയുണ്ടോ? നല്ല രീതിക്ക് ചെളിയുണ്ട്. കണ്ടോ, സൈഡിൽ കോരി എന്ന് കാണാം. ചെളിയുണ്ട്. വെള്ളം ഒരു 80% അടുത്ത് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കോരാമാണ് കേട്ടോ. ചെബി കരക്കിക്കുന്നുണ്ട്.
ഓ 50,000 കൈ പിടിച്ച് നിൽക്കുന്നത്. ഓ മീൻ കിട്ടിന് കൈ. ഇതെല്ലാം ഇത് ഏതാ മീൻ? ബ്രാല്, എല്ലാം ബ്രാലാട്ടോ. ഒരു ബ്രാല് ഒരെണ്ണുള്ളൂ അല്ലേ? ചാടിപ്പോയി. മീൻ ഭയങ്കര തന്നെ അവിടെ കയറിയാണ്. സെബി ആട്ട പിടിക്കണം മീനെ. സെബി എങ്ങനെയുണ്ടാ? കിട്ടിയാ? കണ്ടാ സെബിക്ക് ഒറ്റ കൈക്കാട്ട സെബി പിടിക്കണം മീനെ. സെബിയുടെ ആരും പറഞ്ഞില്ല അതിന് പോയി. ശരി 50,000. ഓ വയൽ ചെറിയ സെബിയുടെ പൈപ്പുണ്ടോ? അവിടെ പോയി കഴിക്കും. ഇത് ഇവിടെ ഫുള്ള് വെള്ളം കേട്ടോ. അപ്പം നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മീൻ പിടിക്കുന്ന പീസ് പറഞ്ഞില്ലായിരുന്നു. നമ്മൾ ഈസ്റ്ററിന് പിടിക്കാന്ന് വെച്ചാൽ, പക്ഷേ നമ്മൾ നേരത്തെ പിടിച്ചു. സെബിയുടെ മേത്തൊക്കെ ശരിയായി. മീൻ കയറി തുപ്പിട്ടോ. നമുക്ക് ദുഃഖുള്ളിയേച്ചൊന്ന് മീൻ പിടിക്കണം. നമ്മൾ പെട്ടെന്നായതുകൊണ്ട് നമ്മൾ ക്യാമറ എടുത്ത് ഓടിപ്പടച്ച് വന്നാണ്. അവർ ഓൾറെഡി വെള്ളം വറ്റിച്ച് കഴിഞ്ഞു. എല്ലാ സാധനം മറന്നു. ക്യാമറയുടെ ക്ലിപ്പ്, അതായത് നമ്മുടെ ഈ വോൾട്ട് കണക്റ്റാണ് ക്ലിപ്പ് മറന്നു. ഈ ഫോൺ ഇത് ചാർജ് ചെയ്യാൻ മറന്നു. ഇപ്പം തന്നെ വിൽക്കാൻ വരും. 6 മിനിറ്റോടൊക്കെ. ഓ 6 മിനിറ്റ് കൂടി ഉള്ളൂ. നോക്കട്ടെ ഗൈസ്. എന്നാ അതെ നമ്മുടെ അമ്മ ഉണ്ടാവും. ഓ അതെ മീനുണ്ട് തോന്നുന്നു. മീനുണ്ടോ? ആ മീൻ എന്തോ പകുതി മീനോ? ഏതാ കാണിച്ചേ? ഇത് പകുതിന് വാലില്ലാന്ന് തോന്നുന്നു. ചവിട്ടി ഓ കറുത്തത് എന്തോ വാലെന്തോ ചെയ്തിട്ടുണ്ട്. പച്ചാക്കൻ്റെ കൂട്ടുകാരന്മാരാട്ടോ ഈ കണ്ണൊക്കെ. മോട്ടർ ഇടയ്ക്കിടയ്ക്ക് നിന്നുകൊണ്ട് എല്ലാവരും നിക്കറായിട്ടാണ് വറ്റിച്ചത്. വീണ്ടും ഫുൾ ചെളിയാണ്. മീനുണ്ടോടാ? ആ ഫുൾ ചെളി. അതിൻ്റെ ഇടയിൽ 1-2 മീനുണ്ട് തോന്നുന്നു. അങ്ങോട്ടെ വോൾട്ടയുടെ മറ്റേ സൈഡ് ക്ലിപ്പ് കുത്താതെ അതിൽ വാട്ടർ പ്രൂഫിങ് ഇല്ലാതോ. അത് തന്നെ നമ്മൾ അടുപ്പിച്ചാണ് അധികം അവിടെ വീഡിയോ എടുക്കണല്ലോ. ശരി കൈ ഫുൾ ചെളിയായില്ല ആകെ. ഇത് മീൻ വരുന്നത് ഇത് പെടക്കണ മീനായിട്ടുള്ളത്. ഇതാണ് പെടക്കണ മീൻ. കറുത്ത മീനും. ക്യാമറ വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ടാണ് അത് അധികം അടുത്ത് പിടിക്കാത്തത്. അത് സെവി പിടിച്ചത്. ശരി ഒറ്റ കഴിക്കാൻ പിടിക്കണേ. നമ്മുടെ അത്യാവശ്യം കൂട്ടുകാരൻ. എൻ്റെ പേരെന്താ? ആ ബീച്ചനാണത്. ഇങ്ങനെ പിടിച്ച് ഗായ്സ് പിടിച്ച മീനെല്ലാം അതിലുണ്ട് കേട്ടോ. നമ്മുടെ അത്യാവശ്യം കഷ്ടപ്പെട്ട് കിടന്ന് മോട്ടർ താഴ്ത്തി പിടിച്ച് വെള്ളം വറ്റിക്കാനുള്ള ഫുൾ നമുക്കുണ്ട്. സച്ചിട്ടൻ സച്ചു ഹൈ തരോ? ഹൈ തന്നു. ഗൈസ് അപ്പൊ ചാർജ് ഓൾമോസ്റ്റ് 1% വരെ. ഇനിയിപ്പോ ഫോണിലെടുക്കാം, അല്ലെങ്കിൽ കുത്തിയിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ് കിട്ടൂടാ. ആ ഇതൊരു കുഞ്ഞി വെയിലത്തിറന്ന് പിടയ്ക്കാണ്. അയ്യോ എൻ്റെ കാലിൻ്റെ അടുത്ത് കിട്ടി. ഇത് കുഞ്ഞിയാണ് കണ്ടോ. അവൻ അനങ്ങാതെ കിടക്കണുണ്ടോ അവൻ്റെ. ഇത് ചെറുതാട്ടോ. കിട്ടിയതിൽ ഏറ്റവും ചെറുത് ഇതാണ്. ഞങ്ങളുടെ കൈ ഓൾറെഡി ചെളിയൊക്കെ തുടങ്ങി. ഓ വളുവളുന്ന് പോലെ ആവുന്നുണ്ട് കേട്ടോ.
വീണ്ടും അച്ഛൻ തപ്പി പിടിക്കാൻ ശ്രമിക്കുകയാണ്. ആണെങ്കിൽ എന്താണ് കിട്ടി ഗൈസ്, മീൻ കിട്ടി. ഇപ്പൊ അതിനെ പിടിച്ച് ഞാൻ കേൾക്കും. സെബി നോക്കിണ്ടിരിക്കാണ്ട് ഗൈസ്. ക്ലാസ്സിലെ തൂക്കാനുള്ള പണി. അത് ഓണാക്കിടാ, ത്രാസ് ഓണാക്കിടാ, അടിയിലായിരിക്കും. ഓണാക്കട ചക്ക അങ്ങേ സൈഡിലാണ് എന്റെ ഓണായി. പൈസ അടിക്കാൻ പറ്റില്ല, അടിക്കാൻ പറ്റുമോ? പൈസ അടിക്കാൻ 150 രൂപയാണ് കിലോക്ക് വിൽക്കണേ. ഇപ്പൊ എത്ര കിലോ ഉണ്ട്? 350 രൂപ. ഹലോ, ഒരു വലിയൊരു ചെറുത് പിടിക്കാം. എടുത്തതാ മീൻ തൂക്കാൻ വേണ്ടത്. മീൻ ഫോണോട്ടിരിക്കാമല്ലോ. ആൾക്കാരൊക്കെ ഒന്നുകൂടി കൊടുത്തോട്. ആൾക്കാരൊക്കെ കണ്ടിട്ടോ മേടിക്കണം. ഒരു 2 മിനിറ്റ് ഒരു മീനാ ഈ 2 കോടിയും കിട്ടിയില്ലേ? നോക്കട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. 2 മീനുണ്ട്. ആ, 1 കിലോ 350 രൂപ. അതാർക്കത്? മാറ്റിണ്ട്. പാത്രം മൈനസ് സീറോല്ലേ? പാത്രം ഇതാണ് തൂക്കം. ഇതാണ് പാത്രം. 0 ആണ്, കറക്റ്റ് ആണ്. അതന്നെ പറഞ്ഞത്. പൈസ അടിച്ചേ കറക്റ്റ് 350 രൂപ. ഈ ചേട്ടൻ 588. 550 പോട്ടെ 575 പോട്ടെ 580. 500 രൂപ പ്രശ്നം തന്നില്ലേ? അതൊക്കെ സാധാരണ മീൻ നന്നാക്കണവരെയാ. ഈ മീൻ തല്ലി കൊന്നിട്ട് ചാർജിലിട്ട് ഉറക്കാം.
ഗൈസ് അങ്ങനെ മീൻ പിടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻ പിടിക്കലും കഴിഞ്ഞു, വിൽക്കലും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏകദേശം നോക്കി കാണട്ടെ. കാണിച്ചതാ ടീമിൽ കാണിച്ചെടുത്ത് എല്ലാം തീർന്നു കേട്ടോ. അങ്ങനെ അവസാനം ഓൾമോസ്റ്റ് കുറേ ഏകദേശം ഒരു 60 ബ്രാൻഡിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ടോ. അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 10 രൂപത്തിനടുത്ത് ഭയങ്കര വലിപ്പമുള്ളായിരുന്നു കേട്ടോ. ഈ വല വെച്ചാട്ടോ കോരി പിടിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല വില കേട്ടോ. ഇത് അതിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് കോരി കണ്ടോ. ഇനിയും കിടന്നുണ്ടാവും ഇവിടെ. ഇനിയും ഏകദേശം ഒരു 19 ബാക്കിയുള്ളൂ. അവിടെ കിടന്ന് ഭയങ്കര വെട്ടലായിട്ടോ ഉണ്ടോ. ഭയങ്കര വെട്ടലാണ് കിടന്നത്. ഞാൻ മാർക്ക് ഇവിടെ കിടന്നെങ്കിൽ മര്യാദയ്ക്ക് പ്രോപ്പർ ഓക്സിജൻ കിട്ടണം. അതെന്താ ബ്രാല് പ്രസവിക്കുന്നതാ? കുഞ്ഞുങ്ങൾ എന്തൊക്കെയുണ്ട് പ്രസവിക്കുന്നതാണോ? എടാ അറ്റത്ത് ആകട്ടാ അല്ല മാറിപ്പോയിട്ടോ, തെറ്റിപ്പോയി. അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാട് അങ്ങനെ സംഭവം കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു നേപ്പാൾ ട്രിപ്പായിരിക്കും കേട്ടോ. നേപ്പാൾ അല്ലെങ്കിൽ ലഡാക്ക് എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. മിക്കവാറും മോസ്റ്റ്ലി നേപ്പാളായിരിക്കും. കാരണം കേരളത്തിലെ ചൂടിൽ നിന്നൊക്കെ മാറിയിരിക്കണ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.